നൂറ്റാണ്ടുകളായി അടിമകളെ പോലെ പണിയെടുത്ത് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടതിനെതിരെയായി അവർ കഴിയുകയാണ്. അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നെങ്കിലും അതിന് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി എന്നത് നാം തിരിച്ചറിയുന്നത്. നമ്മുടെ ഒന്നും കുറ്റം കൊണ്ടല്ല സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നമ്മൾ പുറകോട്ട് പോയത്. നമ്മുടെ രാജ്യത്ത് നിലനിന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ലോകത്ത് മറ്റൊരു സ്ഥലത്തുമില്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായി. ആ പ്രത്യേകത എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. ജാതിയുടെ പേര് മനുഷ്യനെ വിഭജിച്ച് വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളാക്കി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിഭജിച്ച് ഓരോ കമ്പാർട്ട്മെന്റിലാക്കി നിർത്തി. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ മുകളിലിരിക്കുന്ന ആളുകളാണ്, അതിന് താഴെയാണ്, അതിന്റെ താഴെയാണ്. അങ്ങനെ ഏറ്റവും താഴെയുള്ള ആളുകളായി ഈ അവശ്യ പാർട്ടി മാറ്റി. അവരുടെ സമൂഹത്തിൽ നല്ലതൊന്നും അനുഭവിക്കാനുള്ള അർഹതയും ഇല്ല. അടിമകളെ പോലെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് അല്ലെ, ഇവിടെ നമ്മൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അമ്പലത്തിലേക്ക് ചെല്ലാനോ പ്രവർത്തിക്കാനോ നമ്മുടെ സങ്കടം ഉണർത്തിക്കാനോ കഴിയാത്ത അവസ്ഥ. ഒരു വഴിയിൽ കൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ല, അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ നല്ലതിനെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല പാർപ്പിടവും ഒന്നും തന്നെ സങ്കല്പിക്കാൻ പാടില്ല. നല്ലതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുള്ള അവകാശം ഈ പാവപ്പെട്ട ആൾക്ക് കൊടുത്തില്ല. അക്ഷരം കൊടുത്തില്ല, അറിവ് കൊടുത്തില്ല, അധികാരം കൊടുത്തില്ല. അക്ഷരം പഠിക്കാതെ ഇരിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. മഹാഭൂരിപക്ഷം തന്നെ ശൂദ്രൻ അക്ഷരം നിഷേധിച്ചു. നിങ്ങളെ വീണ്ടും കാണാം, ശൂദ്രൻ അക്ഷരം പഠിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്ന ശിക്ഷകൾ എന്താണ്? ശൂദ്രൻ അക്ഷരം പഠിക്കാൻ പാടില്ല. എന്താണ് അക്ഷരം പഠിച്ചാലുള്ള കുഴപ്പം? അക്ഷരം പഠിച്ചാൽ അറിവ് നേടും. അറിവ് നേടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് അവർ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ തങ്ങളുടെ ഈ അവസ്ഥ നിലനിർത്താൻ കഴിയാതെ വരുമെന്ന് മനസ്സിലാക്കിയ ആളുകളെല്ലാം എന്ത് ചെയ്തു? മഹാഭൂരിപക്ഷത്തിന് അക്ഷരം കൊടുക്കേണ്ടതിന്റെ തീരുമാനിച്ചു, അറിവ് കൊടുക്കേണ്ടത് തീരുമാനിച്ചു. അപ്പൊ അക്ഷരവും അറിവും നിഷേധിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ അറിവ് നേടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി ഇന്നുള്ള തങ്ങളുടെ സൗകര്യങ്ങൾ ഇല്ലാതാക്കപ്പെടുമെന്ന് കരുതിയ ആളുകൾ അവർ അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ശൂദ്രൻ അക്ഷരം പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപക്ഷെ നേതാക്കൾ പറഞ്ഞു കേൾക്കുകയാണ്. ഏതെങ്കിലും ശൂദ്രൻ വേദം കേൾക്കാൻ ഇടവരികയായി അതിന്റെ ചെവി ഈയം ഒരുക്കി ഒഴിച്ച് പൊട്ടിച്ചു കളയുന്നതാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഏതെങ്കിലും ശൂദ്രൻ വേദം ഉച്ചരിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ അവരുടെ നാമം അരിഞ്ഞു കളയും. കേൾക്കാൻ ഇടവരികയാണെങ്കിൽ ചെവി ഈയം ഒഴിച്ച് പൊട്ടിച്ചു കളയണം. ഉച്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ കരിഞ്ഞു കളയണം. ഇതെല്ലാം ഉണ്ടായിട്ടും ഏതെങ്കിലും ശൂദ്രൻ ഇനി വേദം പഠിക്കുകയോ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നതാണ് അവന്റെ ശരീരം തുണ്ടമായി വെട്ടി കളയണം. അപ്പൊ ആരെങ്കിലും പഠിക്കാൻ വരുമോ? വരില്ല, ആരും മുന്നോട്ട് വരില്ല. അക്ഷരം കേട്ട് കഴിഞ്ഞാൽ വേദം കേട്ട് കഴിഞ്ഞാൽ ചെവി പൊട്ടിച്ചു കളയും, ഉച്ചരിച്ചു കഴിഞ്ഞാൽ നാം വലിച്ചു കളയും. ഇത് രണ്ടും കഴിഞ്ഞ് പഠിക്കാൻ ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ ശരീരം തുണ്ടമാക്കി മുറിച്ചു കളയും. അപ്പോ അക്ഷരം പഠിക്കാൻ പാടില്ല. അക്ഷരം പഠിച്ചാൽ അറിവുണ്ടാവും. അറിവുണ്ടായി കഴിഞ്ഞാൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്താണെന്ന് തിരിച്ചറിയും. ആ സാമൂഹ്യ വ്യവസ്ഥയ്ക്കായി നമ്മൾ സമരം ചെയ്യും, പ്രക്ഷോഭം നടത്തും. അതുകൊണ്ട് ഒരു കാരണവശാൽ അറിവ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവന് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി കഴിയും. അപ്പോൾ അക്ഷരവും അറിവും അധികാരവും സമ്പത്തും എല്ലാം തന്നെ ഈ പാവപ്പെട്ട ആളുകളിൽ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ചാതുർമ്മ വ്യവസ്ഥയിൽ ഈ പാവപ്പെട്ട ആളുകളെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിപ്പായിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ പാവം 25% നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം ജനസംഖ്യയുടെ 25% വരുന്നത് പട്ടികജാതി പട്ടികജാതി എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ കാസ്റ്റ്. ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബാണ് 21%. 25% വരുന്നത് പട്ടികജാതി. അപ്പോൾ 4-1 വരുന്ന ഈ ജനവിഭാഗത്തെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ജാതീയമായിട്ടുള്ള വിവേചനത്തിലൂടെ എല്ലാ രംഗത്തുനിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടി 68 വർഷം കഴിഞ്ഞില്ലേ? 68 years കംപ്ലീറ്റഡ്. 68 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് വിവിധ പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ ഈ ദളിത് ജനവിഭാഗങ്ങളുടെ ആദിവാസികളുടെ
ജീവിത പ്രയാസവും ദുരിതങ്ങൾക്കും പരിഹാരം കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സമഗ്രമായ ചർച്ചയെല്ലാം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജനവാങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത്. ഓരോ സ്റ്റേറ്റിലും നിലനിൽക്കുന്ന അവസ്ഥ എന്താണ് പരിശോധിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫണ്ട് രൂപീകരിക്കാൻ കാരണം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആധുനിക ലോകശാസ്ത്രം ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതികത്തെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ നിന്നും ജാതി വ്യവസ്ഥ മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ഐക്യം കൽപ്പിച്ച് മാറ്റി നിർത്തുകയാണ് എല്ലാവർക്കും. അപ്പൊ ആ ഐക്യം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ജനവിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയെ കൊണ്ടുവരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള ഇടപെടലും സമരങ്ങളും പ്രക്ഷോഭങ്ങളും വേണം എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ദളിത് സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവരുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കണം. നമുക്കറിയാം, നമ്മുടെ തമിഴ്നാട് നടത്തിയ സമരങ്ങളുടെയൊക്കെ തന്നെ ചരിത്രം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ജാതി മതിൽ പൊളിച്ചു കളയാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൽ വന്ന് സമാവേശം ഉണ്ടാക്കി തന്നതാണ്. അതുപോലെ ഒട്ടേറെ സമ്പത്തടക്കമുള്ള സഖാക്കൾ ഇടപെട്ടുകൊണ്ട് ജാതി മതിൽ പൊളിച്ചു മാറ്റാനുള്ള സമരങ്ങളുണ്ടാക്കി. അങ്ങനെ ജാതി മതിൽ പൊളിച്ചു മാറ്റാനും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമ്പലത്തിൽ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിജയമായ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുക. നവോത്ഥാന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വന്നു. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വെച്ച ആശയം പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, തമിഴ്നാട് തൊട്ടടുത്ത സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉയർന്നു വന്നു. മഹാനായ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെയാണ് മറ്റ് ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഉയർന്നു വരികയില്ല. വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടുക. വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് വേണ്ടത്ര ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കന്യാകുമാരി ജില്ലയിലാണ് ശിങ്കാരത്തൊപ്പം ദിവസം. ലോകത്താദ്യമായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ലോകം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമി അദ്ദേഹം ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, നിരക്ഷരനായിരുന്നു. തൊട്ടുകൂടായും കീഴിൽക്കൂടായും വൈദ്യവും അനാചാരവും എല്ലാം കണ്ടുകൊണ്ട് ഈ ജനസമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിന് വലിയ പോരാട്ടം നടത്തി. 1736 അദ്ദേഹം പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ലോകം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയത് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് 12 വർഷം തന്നെ വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ലോകം. അത് മാത്രമല്ല പറഞ്ഞത്, ഈ സമൂഹത്തിന് പാവപ്പെട്ടവരുടെ എല്ലാം തന്നെ ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ വെളുത്ത സാഹിബും എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. വെളുത്ത നീചൻ എന്നാണ് പറഞ്ഞത്. നീചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മോശപ്പെട്ട ആളാണ്. വെളുത്ത നീചനും അതുപോലെ നമ്മുടെ രാജ്യത്തെ കറുത്ത നീചനും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെ. വെളുത്ത നീതിനും കറുത്ത നീതിനും ഇല്ലാതാകണം. അങ്ങനെ ഭാവമാണ് നമ്മുടെ സമൂഹത്തിൽ സമത്വം ഉണ്ടാവുന്നത്. അതേ സമത്വ സമാജം രൂപീകരിച്ച് 1836 എല്ലാ മനുഷ്യരും ഒന്നാണ്. എല്ലാ മനുഷ്യർക്കും സമത്വവും സാമൂഹ്യവും ഉണ്ടാകണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിരക്ഷരനായിരുന്ന വൈകുണ്ഠ സ്വാമി സമത്വ സമാജം രൂപീകരിച്ച് എല്ലാ ജാതി മതങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തുടർന്നാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം അറിവ് നേടുന്നതിനും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായ മനുഷ്യനായ മതി എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്തി. അതിന്റെയും അപ്പുറത്തേക്ക് പോയാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. സമരം എന്തിനാണ് നമ്മൾ ചെയ്യാറ്? എന്തെങ്കിലും പുതിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലേ? പ്രത്യേകിച്ച് തൊഴിലാളികൾ സമരം ചെയ്യുന്നത് സേവന വേതന വ്യവസ്ഥയിൽ വരികയാണ്. എന്നാൽ കേരളത്തിൽ അഗ്രികൾച്ചർ ലേബേഴ്സ്, കർഷക തൊഴിലാളികൾ സമരം ചെയ്തു. എന്തിനു വേണ്ടി? അവർ പറഞ്ഞു, ഞങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്തും പറമ്പിലും ഞങ്ങൾ പണിയെടുക്കില്ല. അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പാടത്തും പറമ്പിലും ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക സമരത്തിൽ ആദ്യമായിട്ട് സമരം ചെയ്ത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. കാരണം അക്ഷരവും അറിവും എല്ലാം തന്നെ നിഷേധിച്ച ആ സമൂഹത്തിന് അക്ഷരവും അറിവുണ്ടെങ്കിലാണ് അവർ ഉയർത്താൻ കഴിയും. അങ്ങനെ അക്ഷരത്തിനും അറിവിനും വേണ്ടി, സമത്വത്തിനു വേണ്ടി വലിയ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നെങ്കിലും
അത് വേണ്ടത്ര വിജയത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി 68 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ ജനവിഭാഗങ്ങൾ നാനാതരത്തിലുള്ള ദുരിതങ്ങൾ സഹിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ദുരിതങ്ങൾക്ക് കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തുണ്ടായ ജാതി വ്യവസ്ഥയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലോകത്തൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. മനുഷ്യനെ വേർതിരിച്ചു നിർത്തി, അവരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർവേറെ ആക്കി നിർത്തി. അങ്ങനെ ജാതീയമായിട്ട് വേർതിരിച്ചു നിർത്തിയത് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെ ചൂഷണം ചെയ്യുന്നെങ്കിൽ നമ്മളെ ജാതീയമായിട്ട് വേർതിരിച്ചു നിർത്തണം. അല്ലെങ്കിൽ മനുഷ്യന് വ്യത്യാസമില്ലല്ലോ. മനുഷ്യന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പണ്ട് വയാർ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ടല്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണുവരും പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. പറഞ്ഞു മനസ്സിലായ? മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, മതങ്ങളാണ് ജാതിയെ സൃഷ്ടിച്ചത് അല്ലേ, ദൈവങ്ങളെ സൃഷ്ടിച്ചത്. അവരാണ് മനുഷ്യന്റെ മനസ്സിനെ വേർപെടുത്തിയത്. അങ്ങനെ മനസ്സും മണ്ണുമെല്ലാം പങ്കുവച്ചത് മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മതങ്ങളും ജാതികളും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളെല്ലാം. ആ അന്ധവിശ്വാസവും അനാചാരമാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തെയും ദുരിതപൂർവമായ അവസ്ഥയിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലേ. എല്ലാ മനുഷ്യരും ഒന്നാണല്ലോ. ഒന്നാമതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, മനുഷ്യന് വിശന്ന് കഴിഞ്ഞാൽ എന്ത് വേണം? വിശപ്പ്, പശി വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബ്രാഹ്മണന് പശി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ടെന്ന് പറയാൻ പറ്റും? പൂജ നടന്നുകൊണ്ട് ബ്രാഹ്മണന് തീരുമോ? ഭക്ഷണം കഴിക്കണല്ലേ? ഏത് മനുഷ്യനും ഭക്ഷണം വേണമല്ലേ? ഭക്ഷണമില്ലാതെ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ വേറൊരു മാർഗമില്ല. പിന്നെ എല്ലാ മനുഷ്യന്റെയും രക്തത്തിന്റെ കളർ എന്താണ്? ബ്ലഡിന്റെ കളർ ആണോ? ബ്രാഹ്മണന്റെ ബ്ലഡിന്റെ കളർ വേറെയാണോ? ആണോ? അല്ലെങ്കിൽ താഴെക്കടയിൽ ബ്ലഡിന്റെ കളർ വേറെയാണോ? ഞാൻ വേറെ പറയാറുണ്ട്, കോൺഗ്രസ്സുകാർ മൂവർണ്ണപ്പടി കോൺഗ്രസ്സുകാരുടെ ബ്ലഡും ചുവപ്പ് കൂടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കളർ ബ്ലഡിന്റെ കളർ ഒന്ന്. കാവിപ്പൊടി പിടിക്കുന്ന BJP-ക്കാരുടെ കളർ എന്താണ്? ബ്ലഡിന്റെ കളർ ബ്ലഡ്. അതുപോലെ തന്നെ പച്ചപ്പൊടി പിടിക്കുന്ന ആളുകളിലെ ബ്ലഡിന്റെ കളർ എന്താണ്? എല്ലാം ബ്ലഡാണ് അല്ലേ. ഏത് പൊടി പിടിക്കുന്നവന്റെയും ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ദേശത്തിൽപ്പെട്ടാലും അമേരിക്കക്കാരുടെ ബ്ലഡും കേരളക്കാരുടെ ബ്ലഡ് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരുടെ ബ്ലഡ് ഒന്നാണ് അല്ലേ. എല്ലാവരും ബ്ലഡ് ഒന്നാണ്. അപ്പൊ മനുഷ്യരൊന്നാണ് അല്ലേ. ഒരേ ഒരാളുകളിൽ മാത്രമാണ് ബ്ലഡും പൊടിയും ഒന്നായിട്ടുള്ളൂ. അതേതാണ്? ചെങ്കൊടി. ചെങ്കൊടിയുടെ കളറും ഒന്നാണ്, അത് പിടിക്കുന്ന ആളുകളുടെ കളറും ബ്ലഡും ഒന്നാണ്. അത് മാത്രമാണ് ലോകത്ത് ഒരേ ഒരു കളറുള്ളൂ അല്ലേ. അപ്പൊ ചെങ്കൊടി പ്രസ്ഥാനം ലോകത്തെ മുഴുവൻ മനുഷ്യന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനമാണ്. അതിലൂടെ മാത്രമാണ്, അതിന്റെ മുന്നേറ്റത്തിലൂടെ മാത്രമാണ് ഈ പാവപ്പെട്ടവരുടെ മോചനം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ആ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവൻ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ ഉയർത്തി നിൽക്കുന്ന ഒരു നാൾ വരും. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിലൂടെ മാത്രമാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നത്. ജാതി വ്യവസ്ഥ ഇല്ലാതായെങ്കിൽ മാത്രമാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂലേ. ഇന്നല്ലെങ്കിൽ നാളെ ജാതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇല്ലാതാകണം. ആ ജാതി വ്യവസ്ഥ ഇല്ലാതായിക്കൊണ്ട് മാത്രമാണ് ജാതി ഉണ്ടാക്കിയ ദുരന്തങ്ങളിൽ നിന്നും ഈ പാവപ്പെട്ടവരുടെ മോചനം സാധ്യമാകുള്ളൂ. ആ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കുകയാണ് നമ്മുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഓരോ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട്. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ അണ്ടർ-20 ഇറാഡിക്കേഷൻ ഫണ്ടിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമൂഹത്തിലെ തമിഴ്നാട്ടിലെ 20% വരുന്നത് ദളിത് ജനവിഭാഗമാണ്. 20% ദളിത് സമൂഹമാണ്. ആ 20% വരുന്ന ആളുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾക്കും എല്ലാം എതിരായിട്ടുള്ള ഉജ്ജ്വല പോരാട്ടം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹം ഉയർന്നെഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അണ്ടർ-20 ഇറാഡിക്കേഷൻ ഫണ്ടിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും എല്ലാം തന്നെ വലിയ പ്രക്ഷോഭത്തിലൂടെ സമരത്തിലൂടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം കാണാൻ വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ കുറവുകളും പോരായ്മകളും കണ്ടെത്തി മുഴുവൻ ദളിതരെയും നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് അണിനിരത്താൻ വേണ്ടി കോയമ്പത്തൂരിലെ മുഴുവൻ ദളിതരെയും പ്രസ്ഥാനമായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ മാറ്റണം. നാളെ തമിഴ്നാട്ടിലെ മുഴുവൻ ദളിതരെയും പ്രസ്ഥാനമായിട്ട് അണ്ടർ-20 ഇറാഡിക്കേഷൻ ഫണ്ട് മാറണം. നാളെ നമുക്ക് രാജ്യം മുഴുവൻ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സംഭാവന നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം എല്ലാ അർത്ഥത്തിലും ദളിതരുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കാനുള്ള
സന്നദ്ധ പ്രകടിപ്പിക്കുന്ന സമ്മേളനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദേശീയ തലത്തിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന ദളിത് ശോഷണ മുക്തി മഞ്ചിന്റെയും കേരളത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച പട്ടികജാതി ക്ഷേമ സമിതിയുടെയും ഊഷ്മമായ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരും പരിപാടിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഊഷ്മമായി അഭിവാദ്യം നൽകുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നൽകുന്നു. അഭിവാദ്യങ്ങൾ നൽകുന്നു.